നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. കേബിൾ പൊട്ടിയതിനെ തുടർന്ന് പുതുക്കാട് റെയിൽവേ മെയിൻ ഗേറ്റ് വീണ്ടും അടച്ചു. ഗേറ്റ് നിയന്ത്രിക്കുന്ന ഹാൻഡിലിന്റെ കേബിളാണ് പൊട്ടിയത്. അറ്റകുറ്റപ്പണികൾക്കായി ചൊവ്വാഴ്ചയും റെയിൽവേ ഗേറ്റ് അടച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നന്നാക്കിയ കേബിളാണ് വീണ്ടും തകരാറിലായത്. ഗേറ്റ് അടച്ചിട്ടതോടെ പുതുക്കാട്ട് നിന്നും ഊരകം, ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള യാത്രക്കാർ മറ്റു റോഡുകളെ ആശ്രയിക്കേണ്ടി വന്നു. റെയിൽവേ മെയിൻ ഗേറ്റ് അടച്ചതറിയാതെ നിരവധി വാഹനങ്ങളാണ് ഗേറ്റിന് സമീപത്ത് വന്ന് തിരിച്ചുപോയതും. ഇരിങ്ങാലക്കുട, ചേർപ്പ് ഉപജില്ലാ കലോത്സവങ്ങൾ കൂടി നടക്കുന്നതിനാൽ നിരവധി പേരാണ് യാത്രാ ദുരിതം നേരിട്ടത്. അടിക്കടി അറ്റകുറ്റപ്പണികൾക്കായി ഗേറ്റ് അടച്ചിടുന്നത് യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട്. വിയ്യൂരിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ട 50ലധികം കേസുകളിലെ പ്രതിയും കുപ്രസിദ്ധ മോഷ്ടാവുമായ ബാലമുരുകനെ പിടികൂടാനായി കേരള തമിഴ്നാട് അതിർത്തിയിൽ പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഇയാൾ പാലക്കാട് ഭാഗത്തേക്ക് കടന്നതായി തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ആലത്തൂരിലെ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നു കളഞ്ഞിരിക്കാം എന്ന നിഗമനത്തിൽ കേരള തമിഴ്നാട് അതിർത്തിയിൽ തിരച്ചിൽ ഊർജിതപ്പെടുത്തിയിരിക്കുന്നത്. ലഭ്യമായ CCTV ദൃശ്യങ്ങളിൽ ബാലമുരുകൻ കൈവിലങ്ങ് അണിഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കാനായി കൈവിലങ്ങ് അഴിച്ചു മാറ്റിയിരുന്നുവെന്ന് തമിഴ്നാട് പോലീസ് നേരത്തെ പറഞ്ഞിരുന്നു. തൃശൂർ, പാലക്കാട് നഗരത്തിലും സമീപ ജില്ലകളിലും ബാലമുരുകനായി വ്യാപക തിരച്ചിൽ തുടരും. കേരളത്തിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയെന്ന അവകാശവാദം പെരുപ്പിച്ചു കാണിക്കുന്നത് ഭരണ തുടർച്ച ലക്ഷ്യമാക്കിയുള്ള വഞ്ചനയാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംസ്ഥാന സർക്കാരിന്റെ അവകാശവാദങ്ങൾ സത്യമാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യുന്നില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ പട്ടികജാതി പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുത്തതിലുള്ള അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര പട്ടികജാതി കമ്മീഷന് BJP നൽകുന്ന പരാതിയുടെ ഒപ്പുശേഖരണം ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊടുങ്ങല്ലൂരിലെ ഭൂമിയിടപാടിൽ പട്ടികജാതിക്കാരെ നഗരസഭ വഞ്ചിച്ചതായും സുരേഷ് ഗോപി പറഞ്ഞു. ചാപ്പാറയിൽ നടന്ന പരിപാടിയിൽ BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഈ സ്ഥലം വാങ്ങിച്ച് അതുപോലത്തെ സ്ഥലമാണ് ഒരു മേടിച്ചിട്ട്. അതെ, അതൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഞാൻ പറഞ്ഞ എന്നാൽ തന്നെ ഒരു മാസ നിവേദനം പട്ടികജാതി കമ്മീഷനിൽ നിന്ന് നേരിട്ട് കൊടുക്കാം. കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലാക്കി. ഊരകം കരുവന്നൂർ പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 23 വയസ്സുള്ള അക്ഷയിനെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. അക്ഷയ് ചേർപ്പ്, ഇരിങ്ങാലക്കുട എന്നീ പോലീസ് സ്റ്റേഷനുകളിലായി 4 വധശ്രമ കേസുകളടക്കം 6 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ നൽകിയ ശുപാർശയിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് കാപ്പ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കാപ്പ ചുമത്തുന്നതിലും ഉത്തരവ് നടപ്പിലാക്കുന്നതിലും ചേർപ്പ് പോലീസ് ഇൻസ്പെക്ടർ MS ഷാജൻ, സബ് ഇൻസ്പെക്ടർ KS സുബിന്ദ്, ASI ജ്യോതിഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് എന്നിവർ പ്രധാന പങ്ക് വഹിച്ചു. മാള കുരുവിലശ്ശേരി സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന ജൂനിയർ ക്ലർക്ക് ആത്തപ്പള്ളി ഡോജോ ഡേവിസിനെ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. വിദേശത്തേക്ക് കടക്കാനായി എത്തിയ ഇയാളെ പോലീസ് പുറപ്പെടുവിച്ച തിരച്ചിൽ നോട്ടീസ് പ്രകാരം വിമാനത്താവളത്തിൽ തടഞ്ഞുവെക്കുകയും വിവരം ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിനെ അറിയിക്കുകയുമായിരുന്നു. തുടർന്ന് അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് സംഘം സ്ഥലത്തെത്തി ഇയാളെ പിടികൂടി കോടതി റിമാൻഡ് ചെയ്തു. കുരുവിലശ്ശേരി സഹകരണ ബാങ്കിൽ അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരിൽ വ്യാജരേഖയുണ്ടാക്കി 2.97 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ്. മുൻ ബാങ്ക് പ്രസിഡന്റായിരുന്ന AR രാധാകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ ബാങ്ക് സെക്രട്ടറി നെരേപ്പറമ്പൻ നിക്സൺ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒളിവിലായവർക്കെതിരെ തിരച്ചിൽ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതറിയാതെയാണ് ഡോജോ ഡേവിസ് വിമാനത്താവളത്തിലെത്തിയത്.
ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ഉല്ലാസ് കുമാർ, മാള HSO വി സജിൻ ശശി, ക്രൈംബ്രാഞ്ച് SI PM ബെനഡിക്ട്, GSIമാരായ TR രാജേഷ്, റാഫി, ഷിൽജ, ഷനിത, രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഫിറ്റ്നസ് പരിശീലകനായ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃശൂർ ഒന്നാംകല്ല് സ്വദേശിയായ 28 വയസ്സുള്ള മാധവാണ് മരിച്ചത്. വീട്ടിലെ കിടപ്പുമുറിയിലാണ് മാധവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പുലക്കാട്ടുകര പെട്ടിക്കാറ്റിൽ സോമസുന്ദരൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,135 രൂപയും പവന് 89,080 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.